ഇപ്പോഴത്തെ ഡ്രൈവർമാരല്ലേ നമ്മളെ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്ക് കൊടുക്കാൻ ഒരു ഉപദേശം ബസ് ഡ്രൈവിംഗിൽ നാളിപ്പം ഞാൻ ഇപ്പോൾ 84 മുതൽ ഡ്രൈവർ പണിയെടുക്കുന്നതാണ്. ഇന്നിവർ ആക്സിഡന്റ് കേസോ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ല. രണ്ട് വണ്ടി പായും പിടിച്ചെന്തെങ്കിലും പ്രശ്നമില്ല. ഒരു തട്ടുമുട്ടും ഒന്നുമില്ല. പരമാവധി ഡ്രൈവിംഗ് നല്ല ഇപ്പോൾ ഒന്നും വെച്ചാൽ പൂ കിട്ടാനില്ല. എല്ലാവരും ജനങ്ങൾ കയറി കാട് എന്തെങ്കിലും വൃത്തിയാക്കി JCB വെച്ച് വൃത്തിയാക്കിയില്ലേ. അതെ. എണ്ണ വരുന്ന എൻ്റെ പേര് മനോജ്. ഒരു യൂട്യൂബ് വീഡിയോ ആണ്. അതെ മറ്റേ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് പിന്നെ ഞാൻ ഒരു കാഴ്ച കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവം അറിയാം. ബൈക്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഏട്ടൻ ഇവിടുന്ന് കട്ടപ്പൂ പറിക്കുന്നുണ്ട്. കട്ടപ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ പൂരത്തിനുണ്ടാകുന്നു. ഏട്ടാ ഹലോ, എന്തെല്ലാന്ന് എന്താ വിശേഷം? പൂരല്ലേ? പെൺകുട്ടികൾ ചെറിയ പെൺകുഞ്ഞികളെ പൂരല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മളെ കട്ടപ്പൂ അല്ലേ? ഇതാണ് നിങ്ങൾ പറിക്കുന്നല്ലേ? സാധനം അത് പറിച്ചിട്ട് നമ്മള് ഇങ്ങനെ ഓരോ എതളായിട്ട് ഇടും. ഇതില് നമ്മള് മുരുക്കുമ്പും കൂട്ടും, പിന്നെ ചെമ്പകം കൂട്ടും, കടലാസും പൂവും. നമ്മളെ കടലാസും പറയും. നിങ്ങളെ നാട്ടിൽ എങ്ങനെ പറയല്ല? അതെ, നമ്മൾ ഇവിടെ തന്നെയല്ല, ഞാൻ പാടിച്ചാൽ തന്നെ ഇല്ല ആളാണ്. എല്ലാം കൂടെ കൂട്ടും. അപ്പം കൂട്ടിട്ട് നമ്മള് പിന്നെ 7 ദിവസം കൂടും. 7 ദിവസം പൂടും. നമ്മ പണ്ടേ ഈ കാമന ഉണ്ടാക്കലും എല്ലാം ഈ ഇതിനല്ലേ? ഇതിനോട് കാമന്റെ പ്രതിമയാക്കണം ലാസ്റ്റ് ദിവസം. നമ്മള് അപ്പെല്ലാം ചൂടുന്ന ഒരു പരിപാടി ഇല്ലേ? അതന്നെ ലാസ്റ്റ് ദിവസം ഈ ആക്കിരാകുമ്പം ഈ മാവ് കുഴച്ചിട്ട് ഇലയിൽ ചുട്ടിട്ട് അപ്പാക്കിട്ട് നമ്മളെ വീടിന്റെ പ്ലാവിന്റെ മരട്ട് വെക്കും. ഇതെല്ലാം പൂത്ത് വെക്കും. എന്നിട്ട് കാമനെ കൊട്ടി വിളിക്കും. നേരത്തെ കാലത്തെ ഇവരനെ കാമ കൊട്ടി വിളിക്കും. അങ്ങനെയാണ് കുറെ കുട്ടി ചെറുപ്രായത്തിൽ എന്റെ ചെറുപ്രായത്തിൽ പിടിയുമ്പില്ലേ അതെ, അപ്പത്തിന് വേണ്ടിട്ട് അല്ല. എന്റെ അനുഭവം ഉണ്ട്. ഓലേന്റെ അല്ലെ ചപ്പിന്റെ അല്ലെ ഇടക്കുന്ന ഒന്ന് തപ്പിയെടുക്കല്ലേ? ആ 4-5 ഇപ്പൊ ഇതിൽ ആരും വലിയ താല്പര്യമൊന്നുമില്ല. അതെ, വളരെയധികം പുറകോട്ടാണ്. മുമ്പേത്തെ മാതിരി ഒന്നും ഒരു ഇതില്ല. ഇപ്പത്തെ പിള്ളേർ ഫാസ്റ്റ് ഫുഡും ഫാസ്റ്റ് ജീവിതം, മറ്റേ ജീവിതമാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ റോഡ് സൈഡിലെല്ലാം നമ്മളെ നാട്ടില് പിന്നെ ഈ സംഭവം എല്ലാം കണ്ടു കഴിഞ്ഞാൽ കട്ടപ്പൂ പറിക്കുമല്ലേ? കാരണം പറഞ്ഞാല് ഇത് എന്തിന്റെ ഇതാണ്? എന്തോ ഒരു ഇന പറയല്ലേ? പുല്ലാനിക്കാട് എന്നാ ഇന പറയാം. പുല്ലാനിക്കാടിന്റെ പൂവല്ലേ ഇത്? അതാണ് കട്ടപ്പൂ എന്ന് പറയല്ലേ. ഈ ഒരു സീസൺ ആകുമ്പോൾ കറക്റ്റ് നമ്മൾ വിഷുവിന് കണിക്കുന്ന പൂക്കുന്ന പോലെ പിന്നെ നമ്മൾ ഈ ഒരു സീസണിൽ ഈ ഒരു പൂതാ. ഇതൊന്ന് കാണിച്ചു തരാമോ? എത്ര കിട്ടീന്ന് എന്നാ ഇതിലിടാ. ഓ, ഇത്ര കിട്ടീനല്ലേ? ഓ, എൻ്റെ അമ്മ ഉഷാറ് സാധനം കേട്ടാ. ആണല്ലേ? ഓക്കെ. ഇനി എത്ര ദിവസം ഉണ്ട് ഇത്? 7 ദിവസം. അപ്പൊ എല്ലാ ദിവസവും പൂ വേണോ? രാവിലെ വൈകുന്നേരം പൂ കൊടുക്കണ്ടേ? മുരിക്കും പൂവൊന്നും ഇപ്പൊ ഏടി കാണാനേ ഇല്ലല്ലോ. കിട്ടും. അതന്നെ ഇപ്പൊ ഒന്നാമത് എല്ലാ ജനങ്ങളും മുമ്പേത്തെ പാർക്ക് ഇഷ്ടംപോലെ എല്ലാരും ഉള്ളുനാട്ടിന്നെല്ലാം ടൗണിലേക്ക് വന്ന് പാർക്കെല്ലാം കെട്ടിയെല്ലാം. ഇത് ശരിക്കും ഇത് കട്ടപ്പൂവിന്റെ പിന്നെ ഈ ഒരു എന്താ പറയണ്ട ചെടിന്നാ എന്നാ പറയുന്നത്? ഒരു വള്ളി പോലത്തെ ഒരു സാധനല്ലേ? വള്ളി പോലത്തെ ഈ ചൂരലെല്ലാം പോലത്തെ ഒരു സാധനം. നല്ല ഉറപ്പില്ലേ വടിയല്ലേ ഇത്? നല്ല ഇതാണ്. എന്തായാലും ഇതെല്ലാം നമ്മളെ പൂരത്തിന്റെ നമ്മളെ സംഭവം നമുക്ക് പറഞ്ഞ നാളെ പേരെന്നാന്ന് പറഞ്ഞാൽ വാസുദേവേട്ടൻ പെരിങ്ങോം. അപ്പം നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ കണ്ടിട്ടാ നമ്മളെ ബസ് ഡ്രൈവറാണ്. ഇപ്പോഴത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ബസ് ഡ്രൈവറാണ്. ഓ, ഹെവി അല്ലേ? മുമ്പ് 84 മുതൽ ആണല്ലേ? അപ്പം പിന്നെ എന്നാന്ന് ഇപ്പത്തെ ബസ് ഡ്രൈവർമാർ അങ്ങനെയല്ല. ഞാൻ ജീവിതം നമ്മളെ ശരിക്കും യൗവനം ബസ് കളഞ്ഞു അല്ലേ? ഈ ഇപ്പം മോട്ടോർസ് തുടങ്ങിയവനെ ഒരു മനസ്സിന് സമാധാനം ജീവിക്കും. പക്ഷേ ഇപ്പോൾ ചില ബസ് ഓടാൻ സുഖമുണ്ട്. ഇപ്പോഴത്തെ ബസ് പവർ സ്റ്റിയറിംഗും ഫുൾ വണ്ടി നല്ല റോഡിൽ നല്ല ഇതുമാണ്. മുമ്പേ ടോപ്പ് മുന്നിൽ ലഗേജും ആളിലേയും കയറ്റി പോയ ചരിത്രം ഉണ്ട്. നമ്മൾ ചെറുപാറ തീരുവാതനം പഠിച്ചാൽ ടോപ്പ് മുന്നിലാണ് പിള്ളേരെ ആളും കൊണ്ടുപോലും. ഓ, അപ്പൊ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വളരെ രംഗത്ത് അല്ലേ? 80-45 വർഷത്തെ പഴക്കം വണ്ടി ഫീൽഡിൽ. 45 വർഷം. ഇപ്പത്തെ ഞാൻ പറയാം, ഇപ്പത്തെ ഡ്രൈവർമാരല്ലേ നമ്മളെ ചെറുപ്പക്കാർ യുവാക്കള് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ബസ് ഡ്രൈവിംഗിൽ നാളിപ്പം ഞാൻ ഇപ്പോൾ 84 മുതൽ ഡ്രൈവർ പണിയെടുക്കുന്നതാണ്. ഇന്നിവർ ആക്സിഡന്റ് കേസോ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ല. 2 വണ്ടി പായും പിടിച്ചെന്തെങ്കിലും പ്രശ്നമില്ല. ഒരു തട്ടുമുട്ടും ഒന്നുമില്ല. പരമാവധി ഡ്രൈവിംഗ് നല്ല 30, 40, 50 മേലെ കളിക്കൂല. നല്ലൊരു മീഡിയം സൈസ് പൂക്കുമ്പോൾ ബാക്കി
ഇത് അടുത്ത കട്ടപ്പ് പോരിക്കുന്ന ആൾ വന്നിട്ടുണ്ട്. എന്താ ഓണിപ്പിടി എന്തായാലും നിങ്ങളെ ഇത് ഭയങ്കര നേട്ടോ അല്ല, നമ്മ ഇപ്പൊ പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ ഒന്നും വെച്ചാൽ പൂ കിട്ടാനില്ല. എല്ലാരും ജനങ്ങൾ കയറി കട് ഇതിലും വൃത്തിയാക്കി JCB വെച്ച് വൃത്തിയാക്കിയില്ലേ. അതെ 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 ടൈറ്റ് വന്നാലും ടൈറ്റ് ആണ് പൂവിന്. കട്ടപ്പൂവിന് ഇപ്പൊ ഡിമാൻഡ് അല്ലേ. ആ കിട്ടുന്നില്ല അല്ലേ. ഏട്ടൻ്റെ പേരെന്നാ? ഏട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് മനോജ്. ഒരു യൂട്യൂബ് വീഡിയോ ആണ്. അതെ മറ്റേ മുള്ളി അല്ല. ഇത് നമ്മളെ നാട്ടിൽ എനക്കൊന്നും തെക്കോട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ ഇങ്ങനത്തെ ഒരു ഇത് പൂരം. നമ്മുടെ വടക്കൻ കേരളത്തിലാണെന്നാണ് തോന്നുന്നു. ആ ശരിക്കും പണ്ടത്തെ നമ്മളെ പൂരത്തിൻ്റെ ഓർമ്മകളില്ലേ അതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം. അതാണ് ഞാൻ ഇദ്ദേഹത്തിന് കണ്ടമാടും കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ആള് ഇത് പറിക്കുന്നുണ്ടായിന്. ഒന്നാമത് ഇങ്ങനത്തെ മുള്ളിൻ്റെ ഇടക്കാണ് ഇതെല്ലാം ഉണ്ടാവുക അല്ലേ. മോൻ്റെ പേരെന്നാ? ധ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ആരില്ലേ അനിയത്തി? അനിയത്തിക്കാന്ന് ഇതല്ലേ. പെമ്പിളറുള്ള വീട്ടിലാണ് ഈ മറ്റേ അല്ലേ കാമദേവന എന്നാ അതിൻ്റെ എന്തെങ്കിലും ഇതറിയാ? ആ അതെ അതെ നമ്മളെ പൂർവികന്മാരാണ് അതിൻ്റെ അല്ലേ. നമ്മളെ വല്യച്ഛൻ അതായത് അച്ചച്ചൻ അങ്ങനത്തെ അമ്മമ്മമാർ അല്ലേ, അവർക്കെല്ലാം ഇതിൻ്റെ കറക്റ്റ് ഐതിഹ്യങ്ങളും കാര്യങ്ങളും അറിയൽ. അപ്പം ഈ ഒരു ദൃശ്യം നമ്മൾ ഈ നാട്ടിൽ മൊത്തം അല്ലേ കാണാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ പൂരത്തിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങൾ. എന്നാലും നമ്മൾ ആളെ പരിചയപ്പെട്ടു, ഹെവി ഡ്രൈവറാണ്. അപ്പോൾ ഇതാ പിന്നെ പൂരത്തിൻ്റെ പൂ പറിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പിന്നെ നമ്മളെ പൂരത്തിൻ്റെ വിശേഷം ചോദിച്ചിട്ട് നമ്മൾ പോലായി കേട്ടോ. എന്നാൽ വരുന്നേ കാണാട്ടാ. നമ്മൾ ഇങ്ങനത്തെ നിങ്ങളായിരുന്ന അറിവെല്ലാം കിട്ടി, അതേപോലെ നിങ്ങളുടെ അടുത്തുനിന്നും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് സംഭവം കിട്ടി. എന്നാൽ ഓക്കെ കേട്ടാ. ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.